ഹലോ ഗൈസ്. ഹലോ ഗൈസ് എന്നൊക്കെ ഞാൻ പറയണത് കേട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ബുസ് സുഖങ്ങളൊക്കെ തന്നെ അല്ലേ എല്ലാവർക്കും? ഇത് നല്ല ലേറ്റാണ്, 9:20 9:20 നമ്മൾ ഇന്ദിരാനഗർ ഏരിയയിൽ കളിക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോഴും 9:20 നമ്മൾ കോറമംഗലം കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും. രാവിലെ എണീറ്റു നടക്കാൻ പോയി, കുറേ നേരം നടക്കാൻ പോയി. അതാണ് താമസിച്ചത്. 7 മണിക്ക് പോയിട്ട് 8:20 ആ സമയമൊക്കെ ആയിട്ടാണ് വന്നത്. കുറേ നേരം നടക്കാൻ പോയി. ഞാൻ പിന്നെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റണ്ണിങ് ലേറ്റാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ചത്. റണ്ണിങ് ലേറ്റ്, വിൽ റീച്ച് ഇൻ ഓഫീസ് ബൈ 9:45. അങ്ങനെ ഇട്ടു. 9:45 മുതൽക്കലാകുമ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടും. ഒന്നും വലിയ എനർജി ഒന്നുമില്ല, ഒരു മന്ദത ഫീലിംഗ് ആണ്. കുറേ നേരം മിണ്ടാതിരിക്കായിരുന്നു. ക്യാമറ ഓണായിരുന്നു, പക്ഷേ അതേ മാറിപ്പോയി. ഇത്രയും നേരം മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ ഞാൻ മിണ്ടാത്തിയെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മിണ്ടാണ്ടിരിക്കുകയല്ല, ഞാൻ എന്തൊക്കെയോ ആലോചിക്കുകയാണോ. ഞാൻ എന്തൊക്കെയോ വലിയ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ സമയങ്ങളെല്ലാം. ഞാൻ പെട്ടെന്ന് ഞാൻ ആലോചിച്ചേ വീഡിയോ എടുക്കണ്ടേ, വർത്താനം പറയണ്ടേ. അങ്ങനെയാണ് പിന്നെ ഈ വീഡിയോ എടുത്തത്. താഴെ കൂടെ ഒരു വഴി ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ഇങ്ങോട്ട് പോകണയാണോ ഓക്കെ, ഫ്ലൈറ്റ് വല്ലതും പോകണയാണോ? ഉള്ള കുറേ ആർമിയുടെ ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലൂടെ പോകും. മിക്കവാറും ഒരു ആർമിയുടെ വേണ്ടിയുള്ള വഴി ആയിരിക്കണം. എന്നൊരു ചേച്ചി വലിയ കാര്യമായിട്ട് നോക്കുമ്പോൾ ഞാൻ വർത്താനം പറയുന്നു, ഒപ്പൊടൊന്നുമില്ല, ക്യാമറയുണ്ട്, വലിയ കാര്യമായിട്ട് എന്നെ നോക്കൂടും. ആ ചേച്ചി എനിക്ക് ചമ്മല് പറഞ്ഞു എന്താല്ലേ. ഞാനിന്ന് രാവിലെ ആലോചിക്കരുത് ഇന്ന് വർത്താനം പറയുമ്പോൾ എക്സ്പെക്ടേഷനെ കുറിച്ച് വർത്താനം പറയണം. പക്ഷെ അത് നല്ലൊരു ടോപ്പിക്കാണ് എക്സ്പെക്ടേഷൻ. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നു, ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ ഇടണം. സീരിയസ്ലി ലിറ്ററലി ഞാനത് എക്സ്പെക്ട് ചെയ്യണം. ഞാനത് നോക്കാറുണ്ട്. ഇതിൻ്റെ വ്യൂസോ ഇന്നലെ തന്നെ കമൻറ്റ് വന്ന കാര്യം എന്നെ വൈഫ് വിളിച്ച് പറയാനേതാ, അല്ലാണ്ട് ഞാനത് നോക്കാറില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നു, ഞാനത് പോസ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യും. ഷോർട്സ് പോസ്റ്റ് ചെയ്യണത് വൈഫാണ്, ഇത് പോസ്റ്റ് ചെയ്യണത് ഞാനാണ്. അപ്പോൾ ഞാനത് ചുമ്മാ എഡിറ്റ് ചെയ്യണോ ചെറുതായിട്ടൊന്ന് അതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യണ സോഫ്റ്റ്വെയറിനകത്ത് ഒരു കളർ ഞാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണോ, കളർ ഞാൻ ചെയ്യുന്നു. ജസ്റ്റ് ഓഡിയോ ഒന്ന് ഇപ്പം അത് 2 ദിവസമായിട്ട് ഓഡിയോ ചെയ്യുമ്പോൾ അതൊന്ന് വേറെ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ഓഡിയോക്ക് ഇച്ചിരി ക്വാളിറ്റി അതൊന്ന് ഞാൻ ചെയ്യാറുണ്ട്. അത് ഇച്ചിരി ഒരു 10-5 മിനിറ്റ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ചുമ്മാ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ അല്ല ഞാനിത് ഞാൻ എന്താ അവിടെ ഒരു സൈലൻസ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ടോപ്പിക്ക് ഓർമ്മ വന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടങ്ങ് പോകും. അതൊന്നും പിന്നെ അകത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഈ ചേച്ചിയാണ് നോക്കി അങ്ങനെ. അപ്പോൾ എക്സ്പെക്ടേഷൻസ് ഞാനത് എക്സ്പെക്ട് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു കമൻറ്റ് വന്നാലും അതിനെനിക്ക് വലിയ കാര്യമാണോ, എനിക്ക് ഭയങ്കര വലിയ കാര്യമാണോ. ചെറിയ കാര്യമൊന്നുമില്ല, എനിക്ക് വലിയൊരു കാര്യമാണ് ഒരു കമൻറ്റ് വന്നാൽ. എനിക്ക് ഇപ്പം ഞാൻ സംസാരിക്കണ വീഡിയോക്കകത്ത് വലിയ വ്യൂസ് ഇല്ല, മറ്റേ വീഡിയോക്കകത്താണ് വ്യൂസ് ഉള്ളത്. ASMR ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഗ്ലോബലി അതെന്ന് പറഞ്ഞാൽ ഭാഷയില്ലാത്തതുകൊണ്ട് അത് കുറേ പേര് കാണാൻ, അത് കുറേ പറഞ്ഞാൽ വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മലയാളം ഓഡിയോയിൽ പറയുന്നതുകൊണ്ട് അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് വലിയ റീച്ച് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനത് വലിയ കാര്യമാണ്. എനിക്ക് 100 വ്യൂസ് കിട്ടണതോ 150 വ്യൂസ് കിട്ടണോ 200 വ്യൂസ് കിട്ടണോ എനിക്ക് വലിയ കാര്യമാണ്. അതിനകത്ത് എനിക്ക് ആ 200 വ്യൂസിൽ എനിക്ക് ഒരു കമൻറ്റ് കിട്ടുന്നത് വലിയ കാര്യമാണ്. എന്നാൽ ആ കമൻറ്റ് ഇടുന്ന എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ കമൻറ്റ് ഇടുന്ന ആൾ ആ വീഡിയോ കുറേ കണ്ടിട്ടാണ് ആ കമൻറ്റ് ഇടുന്നത്. അപ്പം എൻ്റെ ഒരു ഞാൻ ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ വർത്താനം പറയുന്ന ഒരു വീഡിയോ ഒരാൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പം എക്സ്പെക്ട് ചെയ്യുന്നതും നല്ലതാണ്, എക്സ്പെക്ട് ചെയ്യാത്തതും നല്ലതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ഒരു ഔട്ട്കം ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊരു ഔട്ട്കമാണ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിന് ആ ഒരു ഔട്ട്കമാണ് വരുന്നെങ്കിൽ നമുക്ക് ഓക്കെ നമ്മളത് എക്സ്പെക്ട് ചെയ്തതാണ് എന്നൊരു തോന്നലുണ്ടാവും. അത് നമുക്ക് പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ടൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ അത് നേരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഓപ്പോസിറ്റാണ്, നല്ലതാണ് സംഭവിക്കണമെങ്കിൽ ഓക്കെ ഹാപ്പി. അപ്പം രണ്ടായാലും വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ടായാലും വിൻ. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് വിൻ. അപ്പോൾ പിന്നെ ഓരോന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് മനുഷ്യന്മാരിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഫേവറോ എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു, അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തിരിച്ച് റിട്ടേൺ ആയിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് അതല്ലെങ്കിൽ ഓരോ രീതിയിൽ കൂടെ കിട്ടും. തിരിച്ച് റിട്ടേൺ ആയിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക, അതൊരു കാര്യം. അങ്ങനെ എക്സ്പെക്ടേഷനാണ് ഒരു പ്രശ്നം. എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം എക്സ്പെക്ടേഷൻ. ഇപ്പോൾ ഒരാൾക്കൊരു ഫേവർ ചെയ്ത് കൊടുത്തിട്ട്
ഇന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പം ഇന്ന ആൾ എന്നെ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് ഒരു അവസരം വരുമ്പോൾ സഹായിക്കും. ഒരു ചുക്കും ഉണ്ടാകാൻ പോകുന്നില്ല, ആരും അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എന്നാൽ എനിക്ക് അനുഭവം ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവർ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ നടക്കും. അത് ഉള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്ന സഹായം ഒരാളിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞാളുടെ ദൈവമാവട്ടെ ഈശോ ആവട്ടെ, ആരോ ഒരാൾ ഇരുന്ന് കാണുന്നുണ്ട്. ഞാൻ എല്ലാവരിലും വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ആരോ ഒരാളിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരാൾ നമുക്ക് അതല്ലെങ്കിൽ വേറെ രീതിയിൽ നല്ലത് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ ബാംഗ്ലൂർ തന്നെ പല സിറ്റുവേഷനിലും ഞാൻ സഹായിച്ചിട്ടുള്ളവരൊന്നും എന്നെ സഹായിച്ചിട്ടില്ല, പക്ഷെ വേറെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നല്ല വാക്കുകൾ പറഞ്ഞാൽ പോലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ പിന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്റ്റ് എനിക്ക് നാക്ക് കൊടുക്കുക, എക്സെപ്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്നാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെറുത്തുനിൽപ്പുകൾ ചെയ്തു തുടങ്ങാം. ഞാനെങ്ങനെയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ ഔട്ട്കമ്മും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇനിയിപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ, ചിലപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മോശമായിട്ട് നടക്കുമ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ഓൾറെഡി, അത് എനിക്ക് തോന്നുന്നു ആണുങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു. പയ്യന്മാരോ ഇങ്ങനെ എല്ലാവരും ഓവർ തിങ്കേഴ്സ് ആണോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഔട്ട്കമ്മിന് പല ആംഗിളിൽ നിന്നിട്ട് ചിന്തിച്ച് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തി നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. ഞാൻ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ വെക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാനത് രാവിലെ ആലോചിച്ചു. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊക്കെ പോകുന്ന പിള്ളേരാണ്. മക്കളെ, നിങ്ങൾ നല്ലൊരു കോളേജിൽ പോവുക, പറ്റുമെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പോവുക. ഈ പ്രൈവറ്റ് കോളേജിൽ പോയി പൈസ കൊടുക്കുക. നിങ്ങൾ വലിയ സ്കില്ലുള്ള കോഴ്സോ അങ്ങനെയൊന്നും എടുക്കണമെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് പോയി ചെയ്യാം. പക്ഷേ നിങ്ങൾ പോയ ഡിഗ്രി ഒരു ആർട്സിൻ്റെ സബ്ജക്റ്റോ ഏതെങ്കിലും ഒരു സർക്കാർ കോളേജിൽ പോയിട്ട്, ഇപ്പോൾ നമ്മുടെ മന്ത്രി വീട് സതീശൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ സീറ്റ് ഒഴിഞ്ഞ് കിടക്കണം. ഞാനൊക്കെ കയറിയ സമയത്ത് ഒരു സീറ്റ് ഒഴിവില്ല, പൈസ കൊടുത്ത് കയറണം. അല്ലാണ്ട് നമ്മൾ മീഡിയം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് കോളേജിൽ കിട്ടേണ്ട ഇതൊന്നും ഇല്ല, നമുക്ക് അതിനുള്ള മാർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ കാനഡയിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ കാനഡയിലൊന്നും +2 കഴിയുമ്പോഴേ പോകണം. നിങ്ങൾ ഇവിടെ നിൽക്കി, ഇവിടെ നിന്നിട്ട് നിങ്ങൾ കുറച്ച് കലാലയ ജീവിതം എൻജോയ് ചെയ്യും. നിങ്ങൾ കോളേജിൽ പോകും, നിങ്ങൾ കോളേജിൽ പോയിട്ട് ക്ലാസ് കെട്ടിയിട്ട് സിനിമയ്ക്ക് പോകും, അത് ചെയ്യും, ഇത് ചെയ്യും, ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ മെച്ചുവേർഡാവും. നിങ്ങൾക്കുള്ള ഈ +2 നിങ്ങൾക്കുള്ള ആ ഒരു ചിന്തകളൊക്കെ മാറിയിട്ട് നിങ്ങൾ മെച്ചുവേർഡാകുമ്പം നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ജ്ഞാനപറ്റി നല്ലൊരു ഓർമ്മകളും ലൈഫും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കുറേ മെച്ചുവേർഡാണ് നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ. അതിന് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ചുമ്മാ പോകും കോളേജിൽ 3 കൊല്ലം പോകും. നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 3 കൊല്ലം പോകാം, നിങ്ങൾ ആരും പുറത്താക്കൂല. നിങ്ങൾക്ക് എത്ര സപ്ലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 3 കൊല്ലം അവിടെ കംപ്ലീറ്റ് ചെയ്യുക, കോളേജ് കംപ്ലീറ്റ് ചെയ്യുക. പിള്ളേരെ പോയി സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോഴേ ഡിപ്ലോമ അത് ഇതൊന്നും പറഞ്ഞ പോലെ ഡിഗ്രി പോയി കംപ്ലീറ്റ് ചെയ്യും. ഇത് എന്നോട് ഞാൻ ഇതായപ്പോൾ എന്നോട് പലരും പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ പലരോടും പറയണത് ഞാൻ കേട്ടതാണ്. ഡിഗ്രി പോയി കംപ്ലീറ്റ് ചെയ്യും, ഡിഗ്രി ചെയ്തെടുക്കുക. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. നിങ്ങളിപ്പം +2 വരെ കണ്ട കാര്യങ്ങളല്ല. എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേർ എല്ലാം ഏകദേശം കവർ ചെയ്ത് പോകും. പക്ഷേ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ നിങ്ങൾ വളർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ സമയമാണ്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലിനെ നിങ്ങൾ വളർത്തിയെടുത്തു. പക്ഷേ നിങ്ങൾ സ്കില്ലൊന്നും ഇല്ല, നിങ്ങൾക്ക് അഭിരുചിയൊന്നും ഇല്ലയെന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ആർട്സിന് പോകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഒരു ഈ 10-27 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ലൈഫ് സെറ്റ് ചെയ്താൽ മതി. സമയമുണ്ട്, എൻജോയ് ചെയ്യും പിള്ളേരെ. അപ്പോൾ ഓക്കെ, ഞാനിങ്ങനെ എത്തി, അവസാന സിഗ്നലായി. അപ്പോൾ എനിക്കിത് 2 കാര്യവും പറയണമെന്നാണ്. ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ആലോചിച്ച് വെച്ചായിരുന്നു ഈ 2 കാര്യവും പറയാം. ഓക്കെ, ബോറടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇത് ചാമ്പി കട്ടോട് ചെയ്യാൻ പോകില്ല. പക്ഷേ ബോറടിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ. അതിനെന്തോരം ഉള്ളുണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഓക്കെ, ബൈ.